ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് റോസ്റ്റാണ്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കൊഞ്ചാണ്. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് അരപ്പ് തേച്ച് വെക്കണം. അതിന് കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് നമുക്ക് ആദ്യം അതൊന്ന് അരപ്പ് തേച്ച് വെക്കാം. അതൊരു അരമണിക്കൂർ നമുക്ക് നന്നായിട്ട് അരപ്പ് തേച്ച് അരമണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞ് നമുക്കത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ വേണ്ട, എന്നാലും അത്യാവശ്യം നന്നായിട്ട് കൊഞ്ച് വേവുന്ന രീതിയിൽ അതൊന്ന് ഫ്രൈ എടുക്കണം. അത് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നമുക്ക് അരിഞ്ഞു വെക്കണം. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത് 1/2 കിലോ കൊഞ്ചിന്. ആദ്യം നമുക്ക് ഒരു പാൻ വെച്ച് അല്ലെങ്കിൽ ഒരു ചട്ടി എന്തെങ്കിലും വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ മൂപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് ചേർക്കേണ്ട മസാലകൾ ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും, ആവശ്യത്തിനുള്ള മുളക് പൊടിയും, മഞ്ഞൾപ്പൊടിയും, കുറച്ച് കുരുമുളക് പൊടിയും എല്ലാം കൂടെ നമുക്കതിനകത്ത് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. കൊഞ്ചിന് ഞാൻ മസാല ചേർക്കാറില്ല. മസാല ചേർത്താൽ കൊഞ്ചിന് ടേസ്റ്റ് പിടിക്കുമെന്ന് പറയും. ഞാൻ പെരുംജീരകപ്പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു തക്കാളി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്കും നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ പാൻ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി അതിനകത്ത് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 10 മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുത്താൽ നല്ല അടിപൊളി കൊഞ്ച് റോസ്റ്റ് റെഡിയാവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊഞ്ച് കറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇത് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചപ്പാത്തി, അപ്പം, ദോശ, ബ്രെഡ് ഇതിൻ്റെ കൂടെ എല്ലാം പോകും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോസിലൊന്നും ആരും കമൻറ്റ് ചെയ്യാറില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.